Hi friends, welcome back to my channel One Millishes. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു പെൻസിൽ ഡ്രോയിങ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് 7 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 8ാമത്തെ എപ്പിസോഡായിട്ടാണ് ഇടണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി സ്റ്റഡി ആണ് പഠിക്കാൻ പോണേ. പല പോസ്റ്റേഴ്സ് എല്ലാം ഹ്യൂമൻ ബോഡി എങ്ങനെ വരയ്ക്കാം, അതുപോലെ ഹ്യൂമൻ ബോഡിയുടെ പ്രൊപ്പോർഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും കുറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാം. അതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാം. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോഡിയുടെ പ്രൊപ്പോർഷൻ ആണ് പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോഡിയിലാണ് അത് പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സെൻറ്ററിലൊരു ഡോട്ട് ഇട്ടിട്ട് നമ്മൾ 2 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി അതിനെ വീണ്ടും ഇതുപോലെ 2 കഷ്ണമാക്കിയിട്ട് സെൻറ്ററിൽ ഡൗണോട്ട് ഇങ്ങനെ മൊത്തം നമ്മൾ 8 കഷ്ണമാക്കിയിട്ട് നമ്മളൊരു ലൈന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് മൊത്തം നമ്മുടെ ബോഡിയുടെ ലെങ്ത്ത്. അതിന് ഇപ്പോഴും നമ്മൾ ഇതുപോലെ 8 പീസായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് പീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ. അപ്പോൾ അതായിരിക്കും ഒരു ഹെഡിൻ്റെ ലെങ്ത്ത് വരണേ. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡറിൻ്റെ ലൈൻ വരയ്ക്കണം. അതിനായിട്ട് ഹെഡിന് താഴെയായിട്ട് നമ്മുടെ ഹെഡിൻ്റെ ലെങ്ത്ത് ഇല്ലേ, അത് റൈറ്റ് സൈഡിലേക്കും ഹെഡിൻ്റെ ലെങ്ത്ത് വരയ്ക്കുക, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും ഹെഡിൻ്റെ ലെങ്ത്ത് വരയ്ക്കുക. അതായിരിക്കും ഒരു ഷോൾഡറുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ പീസായിട്ട് ഡിവൈഡ് ചെയ്തില്ല, അവിടെയാണ് നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ലൈൻ വരുന്നത്. ആ വയറിൻ്റെ ഒക്കെ ഒരു പോർഷൻ, ആ ഭാഗമാണ് അത്. അത് കഴിഞ്ഞിട്ടാണ് ഹിപ്പിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ അതും ഇതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഓൾമോസ്റ്റ് ലെങ്ത് ആക്കിയിട്ട് അത് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് കാലാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ കാലെന്ന് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് ഇനിയുള്ള ബാക്കി 4 പീസസും കാലായിട്ടാണ് വരണേ. അപ്പോൾ അതിൻ്റെ 2 പീസിൻ്റെ നടുവില്ലേ, മീൻസ് 2 പീസ് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ 2 പീസിൻ്റെ നടുവിലാണ് മുട്ട് വരണേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴത്തേക്ക് 2 പീസ്, പിന്നെ താഴത്ത് കാൽപാദം കൂടി വരച്ച് കഴിഞ്ഞാൽ കാല് കംപ്ലീറ്റ് ആയി. ഇതാണ് ആ കാലിൻ്റെയും പിന്നെ ബോഡീൻ്റെ ഒക്കെ റേഷ്യോ മനസ്സിലായില്ലേ നിങ്ങൾക്കിപ്പോൾ അളവ്. നെക്സ്റ്റ് നമുക്ക് കൈയും കൂടിയും വരച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ കൈ എന്ന് പറയുന്നത് കൈയിൻ്റെ മുട്ട് വരെയുള്ള പോർഷൻ, ആ വയറിൻ്റെ ആ ഒരു ലെങ്ത്തില്ലേ, ആ ഒരു ലൈൻ വരച്ചിട്ടില്ല, അവിടെ വരെയാണ് മുട്ട് വരെയുള്ള പോർഷൻ വരാം. ഞാൻ അവിടെ തൊട്ട് ഹിപ്പിൻ്റെ ഒരു ഹിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഇറങ്ങി നിൽക്കും അടുത്ത പോർഷൻ, പിന്നെ അവിടെ നിന്ന് കൈപ്പത്തി വരും. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ബോഡിയുടെ പ്രൊപ്പോർഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു റെഫറൻസ് പിക്ക് എടുക്കാം. എന്നിട്ട് ഇതിൽ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇത് ഒബ്സേർവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഷോൾഡർ ലൈൻ നമ്മൾ നേരത്തെ നേരെയുള്ളതല്ല വരച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ, പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ചെരിഞ്ഞിട്ടാണ് ഇരിക്കണത്. അതുപോലെ ഹിപ്പിൻ്റെ പോർഷനും കണ്ട അവിടെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കണത്. പിന്നെ അതിൻ്റെ പോസ്റ്റർ നോക്കി ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു റെഫറൻസ് ലൈൻ ഹിപ്പിൻ്റെ ലൈൻ വരച്ചെടുക്കുകയാണ്. പിന്നെ ആ ഒരു പോർഷൻ, അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ മുകളിലേക്കുള്ള അളവിൻ്റെ ആയിരിക്കും താഴത്തേക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞില്ലേ, നമ്മൾ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആദ്യം 2 പോർഷനാക്കിയിട്ടല്ലേ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ അതുപോലെ ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് മുകളിലേക്കുള്ളത് 4 പീസായിട്ടും താഴത്തേക്കുള്ള ആ ഒരു ലൈൻ 4 പീസായിട്ടും ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്തെടുക്കുക. കറക്റ്റ് ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യുക, പിന്നെ അതിൻ്റെ വീണ്ടും 2 പീസായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ 2 ഭാഗത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഹെഡ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പിക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കണ്ട ഹെഡ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ആ സർക്കിൾ വരയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണ പോലെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ കഴുത്ത് ഇങ്ങനെ വരച്ചെടുക്കുക. നമുക്ക് ഷോൾഡർ ലൈൻ വരയ്ക്കണം. അപ്പോൾ ഷോൾഡർ ലൈൻ എങ്ങനെ ഇരിക്കണം, സ്ട്രൈറ്റ് ആയിട്ടല്ല. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പിക്കിൽ റെഫറൻസ് ഇമേജിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെരിച്ച് വരച്ചു. എന്നിട്ട് നമ്മൾ ആ ബോഡി ഇങ്ങനെ ഇരിക്കണേ അതുപോലെ തന്നെ നമ്മൾ ആ വരച്ച ആദ്യം തന്നെ ഒരു 2 ലൈൻ വരച്ച് വെച്ചില്ല, അതുമ്പോൾ കൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഹിപ്പും ഇതുപോലെ നമ്മൾ ആ നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ആ റെഫറൻസ് പിക്ക് കൂടി നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇതുപോലെ ഏത് പോസ്റ്ററുള്ളത് വേണമെങ്കിൽ വരച്ചെടുക്കാം. പിന്നെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഏത് പോസ്റ്ററുള്ള ബോഡി വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ കാലും കൂടി ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കാല് ഒരെണ്ണം ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, പിന്നെ ഒരു കാല് ഇപ്പുറത്തെ സൈഡിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം ഇതുപോലെ ബോക്സ് ടൈപ്പായിട്ട് വരച്ചെടുക്കുക.
ഇനി ഇതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ സ്കെൽറ്റൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയും കൂടി വരച്ചെടുക്കണം. അപ്പോൾ ഒരു കൈ നമ്മൾ നോക്കുമ്പോൾ ഈ കാലുമ്മയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ പ്രൊപ്പോർഷൻസ് ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഞാൻ ആ നേരെയുള്ള ബോഡി വരച്ച് പറയണത് കൈയിൻ്റെ മുട്ട് വരെയുള്ള പോർഷൻ എവിടെയാണ്, അതുപോലെ അവിടെ നിന്നിട്ട് എവിടം വരെയാണ്, അതൊക്കെ നമ്മൾ ഏത് പിക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ ഒരു പ്രൊപ്പോർഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്നിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു പ്രൊപ്പോർഷൻ തെറ്റാണ്ട് ഏത് പോസിലുള്ള ബോഡി നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്കെൽട്ടൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഹെഡിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കണ പോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക. അതിനുശേഷം കഴുത്ത് വരച്ചു. പിന്നെ ആ ഡ്രസ്സും കൈയും ഒക്കെ നമ്മളൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ കൈയിൻ്റെ ഒക്കെ ഷേപ്പ് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക. നമ്മൾക്ക് ഇതുപോലെ ബോക്സ് ടൈപ്പ് ആദ്യം വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പ്രൊപ്പോർഷൻസ് പഠിക്കുക. അതുപോലെ പിന്നെ ആ സ്കെൽട്ടൻ വരയ്ക്കാളത് ഇങ്ങനെ ബോക്സ് ടൈപ്പ് സ്കെൽട്ടൻ വരയ്ക്കാളതും പഠിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറക്റ്റാക്കി വെക്കേണ്ടത് പ്രൊപ്പോർഷൻസ് ആണ്. പ്രൊപ്പോർഷൻസ് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിക്ക് നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് സ്കെൽട്ടനായിട്ട് വരച്ചെടുക്കാം. പിന്നെ നിങ്ങൾ നന്നായിട്ട് വരച്ചെടുക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലത്തെ നിങ്ങൾ കുറേ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കുറേ പോസിലുള്ള ഇതുപോലത്തെ ഫോട്ടോസ് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ പല പോസിലുള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഇമേജസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അത് പല പോസ്റ്റിലുള്ളത് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റുണ്ടോ എന്ന് നോക്കി നോക്കാം. ഞാനിവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഡ്രസ്സും അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ സ്ലോ ആക്കിയിട്ട് കാണിക്കണേ. അപ്പോൾ പെട്ടെന്ന് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പതുക്കെ വീഡിയോ ഫാസ്റ്റ് ആക്കാണ്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളിത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് വരച്ച് ഒരെണ്ണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചുമ്മാ കണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പ്ലേ ചെയ്തിട്ട് വരച്ച് നോക്കി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നോക്കി വരയ്ക്കണ റെഫറൻസ് ഇമേജിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാമല്ലോ. അത് നോക്കിയിട്ട് എന്തായാലും ഇത് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ. നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മളത് ബുക്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇനി കാലും കൂടി നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. കുറേ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഇത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടി വരച്ച് നോക്കി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കണ്ട ഞാൻ കുറേ ഫോട്ടോസ് ഇതുപോലെ പോസ്റ്റേഴ്സ് വരച്ച് പഠിച്ചതാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതുപോലൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.